വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു അല്ലേ. അപ്പം അതേപോലെ ഹരിതകർമ്മസേന അംഗങ്ങൾ ഇപ്പം നമ്മുടെ 12 വാർഡിനെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ 11-ലൊക്കെ 4 പേരുണ്ട് ഹരിതകർമ്മസേന അംഗങ്ങളായിട്ട്. മുൻകാലങ്ങളിൽ 2017 കാലഘട്ടത്തിൽ നമുക്ക് ചേലക്കര പഞ്ചായത്തിൽ ഒരു 10 പേരെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, ഈ പദ്ധതിയിൽ അംഗമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം നമുക്ക് ഈ മാലിന്യം കൂടി കിടക്കുന്ന മേഖലയിൽ പ്ലാസ്റ്റിക് വെറുക്കാൻ എങ്ങനെ പോകും പറഞ്ഞു. അങ്ങനെ ഓരോ വാർഡിലും ആളുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ നിർബന്ധിച്ച് ഒരു 10 പേരോ 12 പേരോ ആക്കിയിട്ട് ആ പദ്ധതി പൂർണ്ണമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് അതൊരു ഒരുവിധ പൂർണ്ണതയിൽ എത്തിച്ചു. ഇപ്പൊ നമ്മുടെ ഭരണം വന്നപ്പോൾ ഞങ്ങളുടെ ഭരണം വന്ന ഒരു 6 മാസത്തിനുള്ളിൽ പുതിയ ഹരിതകർമ്മസേന അംഗങ്ങളെ എടുത്തു. ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്. അന്നൊക്കെ എഴുതാനും വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ പ്ലാസ്റ്റിക് ഒന്ന് ശേഖരിച്ച് ബന്ധപ്പെട്ട് ഈ പദ്ധതി നന്നായി നടപ്പിലാക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുള്ളൂ. ഗവൺമെന്റ് ഫണ്ട് തന്നാലും ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് അതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചില്ലെങ്കിലും എല്ലാം സ്മാർട്ട് ഫോണും കൂടെ ഫോട്ടോ എടുക്കും, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയും കൂടെ വേണം. യോഗ്യത പറയണില്ലെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ 12 വാർഡിൽ ഒരാളുണ്ട് തോന്നുന്നു, സജിതയോ ഗ്രാമസഭ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? ആ, സജിത ഒരാളൊക്കെ നമ്മുടെ വാർഡിൽ നിന്നത്. അപ്പം എന്തായാലും നന്നായിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചേലക്കര പഞ്ചായത്തിന് ഇതിനു മുമ്പും അവാർഡ് കിട്ടിയതാണ്. അപ്പം നമ്മുടെ വാർഡിലും നന്നായി നടന്നോളും. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനം ഏറ്റവും നന്നായി തന്നെ വാർഡിലൊക്കെ കൊണ്ടുപോകാൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യം പ്രസിഡന്റ് നേരത്തെ സംസാരിച്ചു. ഒരപേക്ഷ പോലും അർഹത ഉള്ള ഒരാൾ പോലും ബാക്കി പഞ്ചായത്തിൽ നിൽക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം ഈ 2 ദിവസം മുമ്പാണ് ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട അജണ്ട വെച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം കൂടിയത്. ആ യോഗത്തിന് അതുവരെ വന്ന അപേക്ഷകൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചത്. അത് ഗവൺമെന്റ് പറയുന്ന 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്, അതുപോലെ 1000 CC മേലെയുള്ള വാഹനം, അങ്ങനെയുള്ള നിബന്ധനകൾ പറയുന്നുണ്ട്. ആ നിബന്ധനകളില്ലാതെ ശരിക്കും അർഹതപ്പെട്ട ആളുകൾക്ക് വിഒമാരും ബന്ധപ്പെട്ടവരെ അന്വേഷിച്ച് കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. മസ്റ്ററിംഗ് സംബന്ധിച്ച് പ്രസിഡന്റ് പറഞ്ഞു, മസ്റ്ററിംഗ് നമ്മൾ ഏറ്റവും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് മാക്സിമം ചെയ്യാം. വാർഡിലാകുമ്പോൾ ചിലപ്പോൾ ഈ സൈറ്റൊക്കെ ബ്ലോക്ക് ആകുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എടനാട് അക്ഷയയിൽ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. നമ്മുടെ വാർഡിൽ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് അത് നേരെ ആ ബസ്സിൽ ചേലക്കരയ്ക്ക് കിട്ടും. കാര്യം പെൻഷൻ മുടങ്ങിയപ്പെടും. നമ്മൾ പോകാൻ പഠിച്ചിരുന്നിട്ട് കാര്യമില്ലേ. പഞ്ചായത്തിന്റെ ഈ പറഞ്ഞ പോലെ എല്ലാ വാർഡിലും രാവിലെ ഉച്ചോട്ട് സാധാരണ അങ്ങനെ ചെയ്യാറില്ല, ഉച്ചവരെ വാർഡിലൊരു സ്ഥലത്ത്